ഇരിങ്ങത്ത് യുപി സ്കൂളിലെ 2020-21 സ്കൂൾ കലോത്സവം ആരംഭിക്കുകയാണ്. വേദിയിൽ പ്രാർത്ഥനയുമായി നഹ ഫാത്തിഹ. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും മമ ഭക്തിയും വിവേകവും തരണമേ ദയാനിധേ. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ഈ കലാലയം നമുക്ക് നിത്യവും വസിച്ചിടാൻ എത്രയോ മനോജ്ഞമാം സഫലമായി ഭവിക്കണം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. നിനക്കു വന്ദനം. നിനക്കു വന്ദനം. ഇരിങ്ങത്ത് യുപി സ്കൂളിലെ കലാമേള ഉദ്ഘാടന പരിപാടി ആരംഭിക്കാൻ പോകുകയാണ്. സ്വാഗത ഭാഷണത്തിനായി പ്രധാന അധ്യാപകൻ KP അബ്ദുറഹ്മാൻ മാസ്റ്ററെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ഇരിങ്ങത്ത് യുപി സ്കൂളിൻ്റെ 2020-21 അധ്യയന വർഷത്തെ കലോത്സവമാണ് ഇവിടെ നടക്കാനിരിക്കുന്നത്. ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ഈ അധ്യയന വർഷം മാറിയപ്പോൾ നമ്മളും അതോടൊപ്പം ചേരുകയാണ്. ധാരാളം പ്രവർത്തനങ്ങൾ ഗൂഗിൾ മീറ്റ് വഴിയും മറ്റു സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് ഉപരി അവരുടെ സർഗാത്മകത പരീക്ഷിക്കുന്നതിനും പരിപോഷിപ്പിക്കുന്നതിനും പ്രദർശിപ്പിക്കുന്നതിനും ഉള്ള അവസരമാണ് ഇരിങ്ങത്ത് യുപി സ്കൂൾ ഒരുക്കിയിട്ടുള്ളത്. ദിവസങ്ങളായി രക്ഷിതാക്കളും കുട്ടികളും അതോടൊപ്പം അവരെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന മറ്റു അഭ്യുദയകാംക്ഷികളും ഇതിനുവേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഡിജിറ്റൽ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ജൂൺ മാസമോ അല്ലെങ്കിൽ അതിനു മുമ്പെയുള്ള മാസങ്ങളിലോ ഈ തരം പ്രവർത്തനങ്ങൾ സാധ്യമാവുമോ എന്ന് ആശങ്കിച്ചു കൊണ്ടിരിക്കുന്ന നമ്മൾ ഇന്നിതൊക്കെ നമ്മുടെ വിദ്യാഭ്യാസ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ എന്തൊക്കെ പ്രതിസന്ധികളുണ്ടെങ്കിലും അതൊക്കെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ ഇതുമായി മുന്നോട്ട് പോവുകയാണ്. വിദ്യാർത്ഥികളുടെ കലാപരമായ കഴിവുകൾ പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടി അവർക്ക് സജ്ജമായിട്ടുള്ള ഈ അവസരം പരമാവധി ഉപയോഗിക്കുന്നതിൽ കുട്ടികൾ തൽപരരാണെന്ന് ഞങ്ങൾക്ക് ഇതിനകം തന്നെ മനസ്സിലായിട്ടുണ്ട്. ഏതായാലും ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ നമ്മുടെ ഓൺലൈൻ കലോത്സവത്തിൻ്റെയും ഹോം ലാബ് പ്രഖ്യാപനവുമാണ് ഇപ്പോൾ നടക്കാനിരിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുഴുവൻ വീടുകളിലും ശാസ്ത്ര പരീക്ഷണത്തിനാവശ്യമായ സാമഗ്രികൾ അവരൊരുക്കിയിട്ടുണ്ട് എന്നുള്ള ഹോം ലാബ് പ്രഖ്യാപനം ഇവിടെ നടക്കും. അതോടൊപ്പം നമ്മുടെ കലോത്സവത്തിൻ്റെ ഉദ്ഘാടന സമ്മേളനവും നടക്കുകയാണ്. നമ്മുടെ ഓൺലൈൻ കലോത്സവം ഉദ്ഘാടനം ചെയ്യാൻ നമ്മുടെ ഉദ്ഘാടകനായി നമുക്ക് ലഭിച്ചിട്ടുള്ളത് തുറയൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ആദരണീയനായ പ്രസിഡന്റ് ശ്രീ CK ഗിരീഷ് അവറുകളാണ്. നമുക്കറിയാം, മുഴുവൻ സമയ പൊതുപ്രവർത്തന രംഗത്ത് സജീവമായ പ്രവർത്തനങ്ങൾ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ CK ഗിരീഷ് തുറയൂർ ഗ്രാമപഞ്ചായത്ത് രൂപീകരിച്ചതിന് ശേഷമുള്ള ഇരിങ്ങത്ത് നിന്ന് ലഭിച്ചിട്ടുള്ള ആദ്യത്തെ പ്രസിഡന്റാണ്.
തീർച്ചയായും ഒരു പൊതു പ്രവർത്തകൻ എന്ന നിലക്ക് നല്ല പ്രവർത്തനങ്ങൾ തുറയൂരിൽ അദ്ദേഹത്തിന് കാഴ്ചവെക്കാൻ സാധിക്കും. അതിന് കഴിയുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇരിങ്ങത്തി യു പി സ്കൂളിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ ആദരണീയനായ CK ഗിരീഷ് അവർകളെ ബഹുമാനപൂർവ്വം ഈ ഓൺലൈൻ കലോത്സവം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ക്ഷണിക്കുകയാണ്. അതോടൊപ്പം ഈ സമ്മേളന വേദിയിൽ ഇരിങ്ങത്തി യു പി സ്കൂളിൻ്റെ ഹോം ലാബ് പ്രഖ്യാപനം, കുട്ടികൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ശാസ്ത്രീയമായ പരീക്ഷണങ്ങൾ നടത്തുന്നതിന് വേണ്ടിയുള്ള സാമഗ്രികൾ ഒരുക്കി എന്ന പ്രഖ്യാപനം നടത്തുന്നത് BTMI സ്കൂളിലെ മുൻ ശാസ്ത്രാധ്യാപകനും നമ്മുടെ എല്ലാവരുടെയും സുപരിചിതമായ ശ്രീ സജീവൻ മാസ്റ്ററാണ്. മാണിയോട്ട് സജീവൻ മാസ്റ്ററാണ്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുക. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നത് ബഹുമാന്യനായ ഇരിങ്ങത്തി യു പി സ്കൂൾ PTA പ്രസിഡന്റ് ശ്രീ രവി വള്ളത്ത് അവർകളാണ്. ദീർഘകാലമായി തൻ്റെ പ്രവർത്തനം കൊണ്ട് ഇരിങ്ങത്തി യു പി സ്കൂളിനെ സജീവമാക്കി മാറ്റിയ ആദരണീയനായ PTA പ്രസിഡന്റ് ശ്രീ രവി വള്ളത്ത് അവർകളെ ഈ യോഗത്തിന്റെ അധ്യക്ഷ പദവിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഈ സമ്മേളനത്തിലെ ഈ കലാമേളയുടെ മുഖ്യാതിഥിയായി നമുക്ക് ലഭിച്ചിട്ടുള്ളത് നമ്മുടെ ബുഷറ ടീച്ചറുടെ നാട്ടുകാരനായ രദീപ് പാലേരി അവർകളാണ്. നാടൻ പാട്ടുകളുടെയും മിമിക്രി ആർട്ടിസ്റ്റുമായി ഗിന്നസ് റെക്കോർഡറായി മാറിയിട്ടുള്ള പ്രശസ്ത കലാകാരനായിട്ടുള്ള ശ്രീ രദീപ് പാലേരിയെ ഈ ചടങ്ങിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുക. ആശംസ അർപ്പിക്കുന്നതിനായി ഇവിടെ എത്തിയിട്ടുള്ള ഗ്രാമപഞ്ചായത്ത് മെമ്പർ ജിഷ KK മാടായി, ഈ നമ്മുടെ സ്ഥാപനത്തിൻ്റെ സ്കൂളിൻ്റെ ഗ്രാമപഞ്ചായത്ത് മെമ്പറാണ്. അതോടൊപ്പം ദീർഘകാലം PTA കമ്മിറ്റിയിലും മറ്റു യോഗങ്ങളിലും ഒക്കെ ഇരിങ്ങത്തി യു പി സ്കൂളിൽ സജീവമായി നിറഞ്ഞു നിന്നിരുന്ന പ്രിയങ്കരിയായ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീ ജിഷ KK മാടായിയെ ആദരപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുക. നന്ദി രേഖപ്പെടുത്തുന്ന സജീവ മാസ്റ്റർ, എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, രക്ഷിതാക്കൾ, കുഞ്ഞുങ്ങൾ, ഞങ്ങൾക്ക് എല്ലാവിധ സഹായ സഹകരണങ്ങളും എപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട നാട്ടുകാർ തുടങ്ങി ഏവരെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ചടങ്ങിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ആദരണീയനായ PTA പ്രസിഡന്റ് അവരുകളെ സഹർഷം സ്വാഗതം ചെയ്യുന്നു. ചടങ്ങിന്റെ അധ്യക്ഷപദം ഏറ്റെടുത്ത് സംസാരിക്കാൻ PTA പ്രസിഡന്റ് ശ്രീ രവി വള്ളത്തിനെ സാദരം ക്ഷണിക്കുന്നു. വിദ്യാർത്ഥികളെ, എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, അധ്യാപകരെ, സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് ഇരിങ്ങത്തി യു പി സ്കൂളിൽ 2 ഉദ്ഘാടനമാണ് നടത്താൻ പോകുന്നത്. ഒന്ന് ഓൺലൈൻ കലാമേളയും ആ കലാമേള ഉദ്ഘാടനം ചെയ്യുന്നത് തുറയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമാൻ CK ഗിരീഷ് അവർകളാണ്. രണ്ടാമത് ഹോം ലാബ് ഉദ്ഘാടനമാണ്. ഹോം ലാബ് ഉദ്ഘാടനം ചെയ്യുന്നത് ശാസ്ത്ര അധ്യാപകൻ സജീവ മാസ്റ്റർ BTMHS തുറയൂർ. അതുപോലെ നമ്മുടെ ഈ ചടങ്ങിൽ മുഖ്യാതിഥിയായി എത്തുന്നത് നാടൻപാട്ടിൻ്റെ കൂട്ടുകാരൻ, വേൾഡ് ഗിന്നസ് ജേതാവ് രദീപ് പാലേരിയാണ്. നമ്മുടെ ഈ ചടങ്ങിന് ആശംസ അർപ്പിക്കുന്നത് തുറയൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ KM ജിഷയാണ്. അതുപോലെ സ്വാഗതം പറഞ്ഞ സ്കൂളിലെ HM, നന്ദി പറയുന്ന സജീവ മാസ്റ്റർ. നമുക്കറിയാം, കോവിഡ് എന്ന മഹാമാരിയെ മറികടന്നുകൊണ്ട്
എല്ലാ സ്കൂളുകളിലും എല്ലാ പരിപാടികളും ഓൺലൈൻ കൂടി നടത്തി വരികയാണ്. കഴിഞ്ഞ വർഷം നമുക്കറിയാം സ്കൂൾ കലാമേള, അതുപോലെ സബ് ജില്ലാ കലാമേള, ജില്ലാ കലാമേള, ഇതൊക്കെ വളരെ ഭംഗിയോടുകൂടി നടത്തുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതിലൊക്കെ പങ്കെടുത്തുകൊണ്ട് തന്നെ നമ്മുടെ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ പ്രൈസ് വാങ്ങിയിട്ടുണ്ട്. ഇന്ന് ഈ കോവിഡിനെ മറികടന്നുകൊണ്ട് പരിമിതിക്കുള്ളിൽ തന്നെ നിന്നുകൊണ്ട് കുട്ടികൾ കലാപരിപാടികൾ അവതരിപ്പിക്കാൻ വളരെ പ്രയാസമുള്ള കാലഘട്ടമാണ് കടന്നു പോകുന്നത്. എന്നിരുന്നാലും അവരുടെ കഴിവിനനുസരിച്ച് പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് അവർ കലാപരിപാടികൾ അവതരിപ്പിക്കുകയാണ്. അതിൽ തെറ്റുകുറ്റങ്ങളൊക്കെ സംഭവിച്ചു പോവാം. എല്ലാവരും ക്ഷമിച്ചുകൊണ്ട് ഈ പരിപാടികളൊക്കെ വീക്ഷിക്കണമെന്നാണ് എനിക്ക് അവസരത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. അതുപോലെ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തന്നെ നമ്മുടെ ഈ പരിപാടി കാണണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഓൺലൈൻ കലാമേള ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ബഹുമാന്യനായ തുറവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരീഷ് അവരുകളെ ക്ഷണിക്കുന്നതോടൊപ്പം നമ്മുടെ ഹോം ലാബ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ശാസ്ത്ര അധ്യാപകൻ സജീവ മാസ്റ്ററെയും ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. കാലത്തോട് കലഹിച്ച് സർഗാത്മക പ്രതിരോധം തീർക്കുന്ന ഓൺലൈൻ കലാമേളയുടെ ഉദ്ഘാടനത്തിന് ബഹുമാനപ്പെട്ട തുറയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ CK ഗിരീഷ് അവരുടെ സാദരം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ രവി വള്ളത്ത് PTA പ്രസിഡന്റ്, സ്വാഗതം പറഞ്ഞ ഇരിങ്ങത്ത് UP സ്കൂൾ ഹെഡ് മാസ്റ്റർ KP അദ്രയ മാസ്റ്റർ, ഹോം ലാബിൻ്റെ പ്രഖ്യാപനം നടത്തുന്ന BTM ഹയർ സെക്കൻഡറി സ്കൂൾ സയൻസ് അധ്യാപകൻ ശ്രീ സജീവ് മാസ്റ്റർ, വാർഡ് മെമ്പർ ശ്രീമതി ജിഷ കിഴക്കേമടായി, ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന സ്റ്റാഫ് സെക്രട്ടറി ശ്രീ സജീവ് മാസ്റ്റർ, മറ്റ് രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട അധ്യാപകരെ, എത്രയും സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥിനികളെ, നമ്മുടെ ഈ വർഷത്തെ കലോത്സവവും ഹോം ലാബിൻ്റെ ഉദ്ഘാടനവുമാണ് ഇന്നിവിടെ നടക്കാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ കുട്ടികളുടെ സർഗവാസനയെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി വർഷങ്ങളെ നമ്മളെ സ്കൂളിൽ നടന്നു വരുന്ന കലോത്സവം ഈ വർഷം ഓൺലൈൻ ആയിട്ടാണ് നടക്കുന്നത്. നമുക്കറിയാം, COVID-19 എന്ന മഹാമാരി നമ്മുടെ നാട്ടിലെത്തിയിട്ട് മാസങ്ങളായി. അതിൻ്റെ വാക്സിനൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. വരുന്ന നാളുകളിൽ അതിൻ്റെ വാക്സിനേഷനൊക്കെ നടക്കും. അപ്പോൾ നമ്മുടെ കലോത്സവങ്ങൾ നമ്മുടെ സ്കൂളുകളിൽ ഒന്നിച്ചിരുന്ന് നമുക്ക് നടത്താനും പഠിക്കാനും ഉല്ലസിക്കാനുമുള്ളൊരവസരം വരും എന്ന പ്രതീക്ഷയിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഹോം ലാബ് സ്വതന്ത്രമായ അന്വേഷണാത്മക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് ശാസ്ത്രപഠനം നടത്തുന്നതിന് അധ്യാപകരും രക്ഷിതാക്കളും വീട്ടിലൊരുക്കുന്ന ശാസ്ത്ര ഇടമാണ് ഹോം ലാബ്. കുട്ടികളുടെ ശാസ്ത്രബോധത്തെ വളർത്തുക, കൂടുതൽ ശാസ്ത്രബോധമുള്ള കുട്ടികളെ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഹോം ലാബിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ മേൽഡി സബ് ജില്ലയിൽ ഒട്ടനവധി പാഠ്യ പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത്. SH മേൽഡിയുടെ ഭാഗമായി നടന്ന ഹോം ലൈബ്രറിയുടെ പരിപാടി നടന്നു വരികയാണ്. അതിന് ഉദ്ഘാടനമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് LSS USS കുട്ടികൾക്കുള്ള സ്മൈൽ പദ്ധതി.
അങ്ങനെ ഒട്ടനവധി പരിപാടികളാണ് നമ്മുടെ ഈ സബ് ജില്ലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമ്മുടെ വീടുകളെ സ്റ്റേജുകളാക്കി മാറ്റിക്കൊണ്ട് കുട്ടികളുടെ സർഗവാസനയെ പരിപോഷിപ്പിക്കുന്നതിനുള്ള പരിപാടി കലോത്സവം, ഈ വർഷം ഓൺലൈനിൽ നടക്കുന്ന ഈ കലോത്സവം, അതുപോലെ തന്നെ നമ്മുടെ ഹോം ലാബിൻ്റെ ഉദ്ഘാടനവും ഔപചാരികമായി ഈ 2 പരിപാടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അടുത്തതായി നമ്മുടെ സമ്പൂർണ്ണ ഹോം ലാബ് പ്രഖ്യാപനമാണ്. അതിനുവേണ്ടി ബഹുമാനപ്പെട്ട മാണിയോട്ട് സജീവൻ മാസ്റ്ററെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട ഹെഡ് മാസ്റ്റർ കെ അദ്രീമാൻ, അധ്യക്ഷൻ രവി വള്ളത്ത്, ഉദ്ഘാടകൻ തൊരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയ സി കെ ഗിരീഷ്, മുഖ്യാതിഥിയായി എത്തിയിട്ടുള്ള ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഉടമ നാടൻപാട്ട് കലാകാരൻ രദീപ് പാലേരി, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, അധ്യാപകരെ, ഇന്ന് നമ്മുടെ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഹോം ലാബിന്റെ ഔദ്യോഗികമായ പ്രഖ്യാപനമാണ്. ദിവസങ്ങളായി കുഞ്ഞുങ്ങള് വീട്ടില് തന്റെ മുറിയില് ഒരു ലബോറട്ടറി പരീക്ഷണശാല തയ്യാറാക്കുന്നതിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഭാഗികമായാണെങ്കിലും വിജയം കാണുന്നുണ്ട്. നമ്മുടെ വിദ്യാലയം കേരളത്തിലെ മറ്റെല്ലാ വിദ്യാലയങ്ങളെയും പോലെ മികച്ച നിലവാരത്തിലേക്ക് ഉയർന്നു വരുവാൻ ഈ ഉദ്യമം തീർച്ചയായും ഉണ്ടാവേണ്ടതാണ്. എന്താണ് ഒരു ലാബ് അല്ലെങ്കിൽ ലബോറട്ടറി? വിദ്യാലയത്തിൽ നമ്മൾ കണ്ടതാണ് ലബോറട്ടറിയിലുള്ള വസ്തുക്കൾ, ടെസ്റ്റ് ട്യൂബ്, കോണിക്കൽ ഫ്ലാസ്ക്, രാസവസ്തുക്കൾ, ഇങ്ങനെ നിരവധി കാര്യങ്ങൾ ഒരു ലാബോറട്ടറിയിൽ ഉണ്ടാവും. മൈക്രോസ്കോപ്പ് ഒരു ഭാഗത്ത് വെച്ചിട്ടുണ്ടാവും, അതുപോലെ തന്നെ ഡിസെക്ഷൻ ടേബിൾ ഉണ്ടാവും, അതുപോലെ തന്നെ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ജീവികളുടെ സ്റ്റഫുകൾ ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ ലാബോറട്ടറിയിൽ കാണുന്നതാണ്. പക്ഷെ ഇതിൽ നിന്നും ഹോം ലാബ് എങ്ങനെയാണ് വ്യത്യാസപ്പെടുന്നത്? വീട്ടിൽ നമുക്ക് നമ്മുടെ പഠന വസ്തുക്കളുമായി അല്ലെങ്കിൽ പാഠ്യവസ്തുവുമായി ബന്ധപ്പെട്ട എല്ലാം ഈ കൊച്ചു മുറിയിൽ ഉണ്ടാവണം. പുസ്തകങ്ങൾ വേണം, പഠന പരീക്ഷണ ഉപകരണങ്ങൾ ക്രമീകരിക്കണം. നമ്മളാൽ കഴിയുന്ന ഒരു പ്രത്യേക ഇടം ഇവിടെ ഒരുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ചടങ്ങിന് എന്നെ ക്ഷണിക്കുമ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ട ശശികുമാർ സാറ് ഞങ്ങളൊന്നിച്ച് പഠിച്ചതാണ്, ഇതേ സ്കൂളിൽ പഠിച്ചതാണ്. വാസ്തവത്തിൽ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇത് ഏറ്റെടുത്തത്. ആരാണീ ഞാൻ? സ്വയം പരിചയപ്പെടുത്താം. എന്റെ പേര് സജീവൻ എന്നാണ്. വീട് മഞ്ഞക്കുളം പ്രതീക്ഷ. ഈ വിദ്യാലയത്തിൽ മുമ്പ് പഠിച്ച കുട്ടിയാണ്. ഇപ്പോൾ തൊറയൂർ BTM ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് കഴിഞ്ഞ മെയ് 31 വിരമിച്ചയാളാണ്. 10-20 വർഷത്തോളം ജില്ലയിലെ അധ്യാപക പരിശീലകനായിട്ട് പ്രവർത്തിക്കുകയുണ്ടായിട്ടുണ്ട്. മാത്രമല്ല ഇരിങ്ങത്ത് UP സ്കൂള് ഞങ്ങൾക്കെല്ലാമെല്ലാമാണ്. പ്രിയപ്പെട്ടവര്, നമ്മൾ വിഷയത്തിലേക്ക് കിടക്കാം. എന്താണ് ലാബ്? ഒരു ലാബ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ലബോറട്ടറി എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ഒരു ലബോറട്ടറിയിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്, അതുപോലെ തന്നെ സോഷ്യൽ സയൻസ് തുടങ്ങിയ ശാസ്ത്ര വിഷയങ്ങൾ പഠിക്കുന്നതിനാവശ്യമായ എല്ലാ വസ്തുക്കളും ഉണ്ടായിരിക്കും. കരിക്കുലത്തിൽ ഉൾപ്പെട്ട
പഠന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നടത്തേണ്ട എല്ലാ വസ്തുക്കളും ലാബോറട്ടറിയിൽ ഉണ്ടായിരിക്കണം. അത് കുട്ടിയുടെ അവകാശമാണ്. ഇപ്പൊ പറയാ കുട്ടികളുടെ അവകാശമാണല്ലോ എല്ലാം. അതുകൊണ്ട് അധ്യാപകനും വിദ്യാലയവും രക്ഷിതാക്കളും എല്ലാം ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ട് വിദ്യാലയത്തെ മികവിന്റെ കേന്ദ്രമാക്കി മാറ്റേണ്ടതുണ്ട്. അതിന്റെ ഒരു ഒരുക്കമാണ് അല്ലെങ്കിൽ മുന്നൊരുക്കമാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ശാസ്ത്ര ലാബ്, ഹോം ലാബിന്റെ ഉദ്ഘാടനം. ഈ പരിപാടി കേരളത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളിലും നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ലോക നിലവാരത്തിലേക്ക് വിദ്യാലയത്തെ അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയെ പിടിച്ചുയർത്താൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ നമ്മളാൽ കഴിയുന്ന പ്രവർത്തനങ്ങൾ ഓരോരുത്തരും ചെയ്തുകൊണ്ട് പഠന പ്രക്രിയയെ ശാസ്ത്രീയവും ലളിതവും അതോടൊപ്പം ഗഹനവുമാക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഈ ലക്ഷ്യം കൈവരിക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനമാണ് നമ്മൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ശാസ്ത്രത്തിന്റെ മേഖല കുതിച്ചു മുന്നേറുകയാണ്. മുമ്പ് സ്കൂളിൽ വൈകി വരാൻ ഇടയാകുമ്പോൾ നമ്മൾ ഓടുകയാണ്. പിന്നീട് അതിനു പകരം സൈക്കിൾ ഉപയോഗിച്ചു, സ്കൂട്ടറിലേക്ക് മാറി, ഓട്ടോറിക്ഷ, കാറ്, ബസ്. ഇതൊക്കെ ശാസ്ത്രത്തിന്റെ വലിയ വലിയ കണ്ടുപിടുത്തങ്ങളിൽ ഓരോന്നാണ്. നമ്മൾ ഇന്ന് കാണുന്ന എല്ലാ ഉപകരണങ്ങളും, എല്ലാ വസ്തുക്കളും, പേപ്പറും എല്ലാം ശാസ്ത്രത്തിന്റെ പ്രവർത്തനത്തിന്റെ ഉൽപ്പന്നങ്ങളാണ്. മൊട്ടുസൂചി മുതൽ റോബോട്ട് വരെ, കമ്പ്യൂട്ടറുകളുടെ മികച്ച രൂപങ്ങൾ വരെ എല്ലാം ശാസ്ത്രത്തിന്റെ ഉൽപ്പന്നങ്ങളാണ്. ഈ കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തിയത് മനുഷ്യരാണ്. അവരെ നമ്മൾ വിളിക്കുന്നവരാണ് ശാസ്ത്രജ്ഞരെന്ന്. ഒരു ശാസ്ത്രജ്ഞൻ രൂപപ്പെടുന്നത് എവിടെയാണ്? ഒരു ശാസ്ത്രജ്ഞൻ രൂപപ്പെടുന്നത് വിദ്യാലയത്തിലും അവന്റെ പഠനമുറിയിലും വെച്ചാണ്. ഈ രണ്ട് കാര്യങ്ങളും ഏറ്റവും മികച്ചതായി മാറുമ്പോൾ ഒരുപാട് ശാസ്ത്രജ്ഞന്മാരെ നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ സാധിക്കും. നമ്മുടെ ലാബിൽ, നമ്മുടെ വീട്ടിൽ വെച്ച് കുട്ടി കുഞ്ഞു തവളയെ അല്ലെങ്കിൽ കൂറയെ, മണ്ണിരയെ ഒക്കെ സങ്കടത്തോടുകൂടിയാണെങ്കിലും കീറി കാണുമ്പോൾ ഒരു സർജനെയാണ് നമ്മളവിടെ വളർത്തിയെടുക്കുന്നത്. ഏറ്റവും മികച്ച സർജൻ രൂപപ്പെടുന്നത് കുഞ്ഞുനാളിൽ നടത്തുന്ന ഇത്തരം ലഘുവായ പരീക്ഷണങ്ങളിലൂടെയും കീറിമുറിക്കലിലൂടെയും ഒക്കെയാണ്. അതാണ് എന്റെ വസ്തുത. അങ്ങനെ ചെയ്യാത്തവർ ഏറ്റവും മികച്ച സർജനായി മാറില്ല, ശസ്ത്രക്രിയാ വിദഗ്ധനായി മാറില്ല. നമ്മൾ തോമസ് ആൽവ എഡിസനെ കുറിച്ച് പറഞ്ഞു, ഒന്ന് നോക്കൂ. പഠനത്തിൽ അദ്ദേഹം ഒരു ഇടത്തരം അല്ലെങ്കിൽ ഒരു പിന്നോക്കം തന്നെയായിരുന്നു. നിരീക്ഷണത്തിൽ മിടുക്കനുമായിരുന്നു, പരീക്ഷണത്തിൽ വളരെയധികം തൽപരനുമായിരുന്നു. എഡിസൺ സ്കൂളിൽ വരാത്തത് കണ്ട് സ്കൂളിൽ നിന്ന് അധ്യാപകൻ വീട്ടിലേക്ക് വന്നപ്പോൾ അട്ടത്ത് കയറിയിരുന്നു, മച്ചിൽ കയറിയിരുന്നു. അദ്ദേഹം പോയ ശേഷമാണ് മെല്ലെ ഇറങ്ങി വന്നത്. ആ തോമസ് ആൽവ എഡിസണാണ് ലോകത്തിലേക്ക് ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ നടത്തിയ, കണ്ടുപിടുത്തങ്ങൾ നടത്തിയ മഹാനായി വളർന്നു വന്ന ശാസ്ത്രകാരനായത്. ഇതൊക്കെ നമ്മുടെ അറിവുകളാണ്. ഇത്തരം അറിവുകൾക്ക് ആവശ്യമായിട്ടുള്ള പുസ്തകങ്ങൾ ഹോം ലാബിൽ ഉണ്ടാവണം. അവ വായിക്കുവാനും മനസ്സിലാക്കുവാനും ഒക്കെയുള്ള പ്രചോദനം, അതാണ് അധ്യാപകന്റെ ഭാഗത്തുനിന്ന്, രക്ഷിതാവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടത്. ഒരിക്കലും കുഞ്ഞിനെ
മുളയിലെ നുള്ളിക്കളയുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ ഇടപെട്ടുകൂടാ. അവന്റെ ശാസ്ത്രമുറി, ഹോം ലാബ് ഏറ്റവും മികച്ചതാക്കി മാറ്റുവാൻ നമുക്ക് സാധിക്കണം. എങ്കിൽ മാത്രമേ വിദ്യാഭ്യാസത്തിന് ആ കുട്ടിക്ക് അവന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ രീതിയിൽ അതിനെ രൂപപ്പെടുത്തിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ഹോം ലാബ് വികസിത രാജ്യങ്ങളിലെ കുട്ടികൾ മുമ്പേ പരിചയപ്പെട്ടതാണ്. ഇപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് അവരുടെ വീട്ടിൽ ശാസ്ത്ര പ്രവർത്തനങ്ങൾ നടത്തുവാനായി ഒരിടമുണ്ടായിരിക്കുകയാണ്. അത് ഏറ്റവും മികച്ച രീതിയിലാക്കിയെടുക്കുകയാണ് രക്ഷിതാക്കളും അധ്യാപകരും ഇനി ചെയ്യേണ്ടത്. പഠനമുറി പഠന കാര്യങ്ങൾക്ക് ആവശ്യമായ പാഠ്യവസ്തുക്കൾ കൊണ്ട് നിറഞ്ഞതാക്കണം. ഓൺലൈൻ പഠനത്തിലുള്ള സൗകര്യം പോലും ഈ മുറിയിലുണ്ടാവണം. ശാസ്ത്ര പരീക്ഷണങ്ങൾ ലഘുവായതാണെങ്കിലും അത് ചെയ്യുവാൻ സാധിക്കണം. മാത്രമല്ല, കുട്ടിക്ക് മികച്ചതാണെന്ന് സ്വയം അഭിമാനിക്കുവാനും വേണ്ട ഒരു കാര്യം ഇവിടെ ഉണ്ടാവണം, രൂപപ്പെടണം. അങ്ങനെയുള്ള ഒരു മികച്ച ശാസ്ത്ര ഹോം ലാബാണ് നമ്മുടെ സ്വപ്നം. മുമ്പ് ഞങ്ങൾ ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു പത്തായപ്പെട്ടിയായിരുന്നു പരീക്ഷണശാല. അതിൽ കുറച്ച് ഉപകരണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇല്ലാതല്ല. എന്നാൽ ഇന്ന് എത്ര മികച്ച ലാബുകളുണ്ട് ഓരോ വിദ്യാലയത്തിലും. എത്രമാത്രം പഠന സൗകര്യം വർദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മുമ്പൊക്കെ ജീവശാസ്ത്രം പഠിപ്പിക്കാൻ ഞങ്ങൾ പെട്ട പാട് കഷ്ടം തന്നെയായിരുന്നു. എനിക്ക് ചിത്രം വരയ്ക്കാനുള്ള കഴിവുള്ളതുകൊണ്ട് ചിത്രം വരച്ച് കാണിച്ചു കൊടുത്ത് കളർ ചിത്രമൊക്കെ വരച്ച് കുട്ടികളെ ആകർഷിച്ച് ഒരുവിധം കടന്നു പോകാറുണ്ടായിരുന്നു. അന്നും ഈ ബ്രെയിനിനെ കുറിച്ചോ അല്ലെങ്കിൽ ഹാർട്ടിനെ കുറിച്ചൊക്കെ പഠിപ്പിക്കുമ്പോൾ, അറകളെ കുറിച്ചൊക്കെ പറയുമ്പോൾ എന്തോ കുട്ടി എന്താണ് സങ്കല്പിച്ചതെന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിരുന്നില്ല. ചിത്രമൊക്കെ കണ്ട് കുട്ടികൾ സന്തോഷിച്ച് തലയാട്ടി പോകാറായിരുന്നു. പക്ഷെ ഇന്നതല്ല. ശാസ്ത്ര സാങ്കേതിക വിദ്യ മികച്ചതായി മാറിയപ്പോൾ അവർക്ക് ഹൃദയം കാണാം, ഹൃദയമിടിപ്പ് കാണാം, ഹൃദയത്തിന്റെ പ്രവർത്തനം കാണാം, അറകൾ കാണാം. ഹൃദയത്തിലൂടെ രക്തം ഒഴുകുകയും രക്തപര്യന വ്യൂഹം പ്രവർത്തിക്കുന്നത് വ്യക്തമായിട്ട് വീഡിയോയിലൂടെ കാണാൻ പറ്റും. അധ്യാപന ക്ലാസ്സിൽ ചിത്രം കൈകൊണ്ട് തട്ടി മാറ്റുന്ന ഡിജിറ്റൽ ബോർഡുകൾ വന്നു കഴിഞ്ഞു. എത്രമാത്രം സൗകര്യമാണ് വിദ്യാലയങ്ങളിൽ രൂപപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇത് പഠിക്കുവാനുള്ള ഒരു ശ്രമം മാത്രമേ ഇനി ആവശ്യമുള്ളൂ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിപ്പോയിട്ടുണ്ട്. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾക്ക് നല്ല ഒരു ഭാവി ഞാൻ നേരുകയാണ്. നിങ്ങളുടെ പരിശ്രമം പൂർണ്ണതയിലെത്തുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങളുടെ ഹോം ലാബ് ഏറ്റവും മികച്ചതായി വളരും, രൂപപ്പെടും എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഏറ്റവും മികവിന്റെ കേന്ദ്രമായി നമ്മുടെ വിദ്യാലയവും മാറും, നമ്മുടെ സമൂഹം വളരും. എല്ലാ ശുഭപ്രതീക്ഷയോടും കൂടി ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി നമ്മുടെ മുഖ്യ അതിഥിയായി ഇവിടെ എത്തിയിരിക്കുന്ന നാടൻ പാട്ട് വേൾഡ് ഗിന്നസ് വിന്നർ ശ്രീ രദീപ് പാലേരിയെ നമ്മോട് സംസാരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. നമസ്കാരം. നമ്മുടെ ഇരിങ്ങത്ത് സ്കൂള് യുവജനോത്സവം അതിൻ്റെ ഉദ്ഘാടന വേദിയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്.
ഇതിൻ്റെ ആദരണീയനായ അധ്യക്ഷ സ്ഥാനം വഹിച്ച നമ്മുടെ ഈ സ്കൂളിൻ്റെ ഹെഡ് ശ്രീ അബ്ദുറഹ്മാൻ മാസ്റ്റർ, ഇതിൻ്റെ ഉദ്ഘാടകനായിട്ട് ഇവിടെ എത്തിയിട്ടുള്ള തുറയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആദരണീയനായ CK ഗിരീഷ് അവർകൾ, മറ്റ് അധ്യാപകരെ, രക്ഷിതാക്കന്മാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഇന്നത്തെ ഒരു കാലഘട്ടം നമുക്കറിയാം, ഒരു മഹാമാരിയെ കണ്ട് വിറങ്ങലിച്ച് നിൽക്കുന്നൊരു മനസ്സ് ആണ് ലോകം മുഴുവൻ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഒട്ടുമിക്ക പരിപാടികളും ഇപ്പോൾ ഓൺലൈനായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. സൂം എന്ന് പറയുന്ന ഒരു ആപ്പുണ്ട്. അതിൽ സൂമിൽ മീറ്റിങ്ങുകൾ നടക്കുക, അതുപോലെ തന്നെ പ്രോഗ്രാമുകൾ, ഉദ്ഘാടനങ്ങളൊക്കെ ഇപ്പോൾ അതുപോലെ തന്നെ ഓൺലൈനിലായിട്ട് ഇങ്ങനെ ചെയ്യാണ്. ഓരോ ആപ്പുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ചെയ്യാൻ. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്കൂൾ കലോത്സവം, എന്താണ് സ്കൂൾ കലോത്സവം? നമ്മുടെ വിദ്യയോടൊപ്പം കലയെ എങ്ങനെ കൊണ്ടുപോകാം? എത്ര കലാകാരന്മാർ നമ്മുടെ സ്കൂളിലുണ്ട്? അവരെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയും അവരെ വളർത്തിയെടുക്കാൻ അവർക്ക് ഏതൊക്കെ രീതിയിലുള്ള സഹായങ്ങൾ കൊടുത്താൽ അവർ ഈ സമൂഹത്തിൽ ഉയർന്ന നിലയിലെത്തും, നല്ലൊരു കലാകാരന്മാരായിട്ട് അവരെ മാറ്റിയെടുക്കാൻ വേണ്ടി ഉള്ള ഒരു പരിപാടിയാണ് കലോത്സവങ്ങൾ. അപ്പോൾ നമുക്കെല്ലാവർക്കും അവരവരുടേതായ കഴിവുകളുണ്ട്. അത് വളർത്തിയെടുക്കാനാണ് ഗവൺമെൻറ്റും സ്കൂളും അവരൊക്കെ ചേർന്നുകൊണ്ട് ഇങ്ങനെ ഒരു കലോത്സവം, ഇത് തന്നെ 2-3 ഘട്ടങ്ങളായിട്ട്, സ്കൂൾ കലോത്സവം, അത് കഴിഞ്ഞാൽ സബ് ജില്ലാ കലോത്സവം, അത് കഴിഞ്ഞാൽ ജില്ലാ കലോത്സവം, അത് കഴിഞ്ഞാൽ സംസ്ഥാന കലോത്സവം, അങ്ങനെ 4 തരത്തിലുള്ള കലോത്സവങ്ങൾ നമുക്ക് ഉണ്ട്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടേതായ കഴിവുകൾ നമുക്ക് അവതരിപ്പിക്കാനുള്ളൊരു വേദിയാണെന്നുള്ള ഒരു സത്യം നമ്മൾ മനസ്സിലാക്കുകയും ഈ വേദികളിൽ, ഇങ്ങനെ വേദികൾ കിട്ടുമ്പോൾ അത് നമ്മൾ അവതരിപ്പിക്കുകയും ഈ നമ്മുടെ ക്ലാസ്സിൽ ഇതുപോലെ കഴിവുള്ള ആളുകൾക്ക് ഒരു പ്രചോദനം ചെയ്യാൻ വേണ്ടിയിട്ടെങ്കിലും നമ്മളിത് ചെയ്തുകൊണ്ടേയിരിക്കുക. നമ്മുടെ ക്ലാസ്സിലൊരു എല്ലാവരും ഒന്നും കലാകാരന്മാരല്ല, എല്ലാവരും കലാകാരന്മാരാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്, കലാകാരന്മാരല്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. ഞാൻ പറയാം, എല്ലാവരും കലാകാരന്മാരാണ്. കലാപരിപാടി അവതരിപ്പിക്കുന്നവർ മാത്രമല്ല, അത് ആസ്വദിക്കുന്നതും ഒരു കലയാണ്. ഭക്ഷണം ഉണ്ടാക്കുന്നത് ഒരു കലയാണ്. പാചക കല എന്ന് പറയുക. ഞാനൊരു പാചകക്കാരനാണേ. ചിലപ്പോൾ ഒരുപക്ഷെ ഏതെങ്കിലും വീടുകളിൽ വെച്ച് നിങ്ങൾക്ക് എന്നെ കണ്ടേക്കാം. ഞാൻ എൻ്റെ ഒരു ജീവിതം പറയാണ്. ഞാൻ വടക്കുംപാട് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ മിമിക്രിയിലേക്ക് വരുന്നത്. അതിന് മുന്നേ നാടൻ പാട്ടുകൾ ഞാൻ ആദ്യമായിട്ട് പാടിയത് ബാലവാടി പഠിക്കുമ്പോൾ എൻ്റെ പ്രിയ സുഹൃത്ത്, ഇപ്പോൾ സ്റ്റാർ സിംഗറിലൊക്കെ പാടിയിട്ടുള്ള അരുൺകുമാറിൻ്റെ അമ്മ വസന്ത ടീച്ചറാണ് എന്നെ ആദ്യമായിട്ട് പെരുവണ്ണാമൊഴി ഒരു അംഗനവാടി കലോത്സവത്തിൽ കൊണ്ടുപോയി പാട്ട് പാടിച്ചത്. അന്ന് പാടിയ പാട്ടിൻ്റെ ഇപ്പോഴും കുറച്ച് വരികൾ ഓർമ്മ വരുന്നുണ്ട്. പടപ്പ് പടപ്പോടെ പിരിശത്തിൽ നിന്നോളി, പടച്ചോൻ്റെ കാരുണ്യം കിട്ടുന്നത് കണ്ടോളി, അന്യോന്യം പോരാടി നിൽക്കേണ്ട പൊന്നാരക്ഷേത്രങ്ങൾ പള്ളികൾ തീർക്കേണ്ട. അപ്പോൾ ഈ ഒരു പാട്ട് പാടിയിട്ട് അന്ന് എനിക്ക് ഒരു 10-13 വിദ്യാർത്ഥികൾ കൂട്ടത്തിൽ ഒന്നാമനായിട്ട് മാറാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അന്ന് മുതലാണ് എൻ്റെ ആഗ്രഹം, എങ്ങനെ ഫേമസ് ആവാം. നിങ്ങൾക്കൊക്കെ പല ആഗ്രഹങ്ങളായിരിക്കാം. എങ്ങനെ നമ്മൾ മറ്റുള്ളവരെ മുന്നിൽ എത്തിപ്പെടാം, ഒരു വലിയ ആളായിട്ട് മാറാം.
ഇങ്ങനെ ആഗ്രഹിച്ച് ഞാൻ സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുത്തു, സബ് ജില്ലാ കലോത്സവത്തിലെത്തി. പിന്നെ ചെയ്യുന്ന കാര്യങ്ങൾ പെർഫെക്റ്റായിട്ട് ചെയ്യാൻ ശ്രമിക്കണം നമ്മൾ. നമുക്ക് എല്ലാവർക്കും പറ്റുന്നൊരു പ്രയാസം, മറ്റുള്ളവരെന്ത് വിചാരിക്കും. മറ്റുള്ളവരെന്ത് വിചാരിച്ചാൽ നമുക്കെന്താ? നമ്മൾ ചെയ്യാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ അത് ചെയ്യാം. കാരണം ഒരുപാട് പൂർവികന്മാർ ഉണ്ട്, നമുക്ക് ഒരുപാട് കഥകൾ പഠിച്ചു വളർന്ന ആളുകളാണ് നമ്മുടെ കുട്ടിക്കാലം തന്നെ നമുക്കറിയാം. നമ്മൾ ഒരുപാട് പിച്ച വെച്ച് ഒരു സുപ്രഭാതത്തിൽ എണീറ്റ് നടന്നു പോയ ആളുകളല്ല നമ്മൾ മുട്ടുകുത്തി നടന്ന് മെല്ലെ മെല്ലെ എണീറ്റ് വീണ് വീണ്ടും എണീറ്റ് കരഞ്ഞ് വീണ്ടും എണീറ്റ് കരഞ്ഞ് എണീറ്റ് നടന്ന് അപ്പോൾ അച്ഛനും അമ്മയും നമുക്ക് ഇങ്ങനെ വിരൽ തരും, പിടിച്ചു തരും. പിന്നെ ആ വിരൽ മെല്ലെ ഒഴിവാക്കിയിട്ട് അവർ വിരൽ വെച്ച് നമ്മുടെ ഇങ്ങനെ പിടിക്കാൻ വേണ്ടി ഇങ്ങനെ പോയി നടന്ന് പഠിച്ച ആളുകളാണ് നമ്മൾ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് മുന്നിലുണ്ടെങ്കിൽ അത് പിടിച്ച് എടുക്കാൻ വേണ്ട ഒരു ശ്രമത്തിൽ നമ്മളെത്തുക. അപ്പോൾ ലോകത്തിൻ്റെ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. ഇപ്പോൾ വിദ്യാർത്ഥി എന്ന് പറയുന്നത്, നമ്മൾ ഈ സമയം എന്താഗ്രഹിക്കുന്നുവോ അതായിത്തീരാൻ നമുക്ക് സാധിക്കും. നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ അത് നിങ്ങൾക്ക് സ്വായത്തമാക്കാൻ വേണ്ടി നിങ്ങളുടെ അധ്യാപകർ കൂടെ ഉണ്ടാവും, രക്ഷിതാക്കന്മാർ കൂടെ ഉണ്ടാവും, ചിലപ്പോൾ മാമന്മാരായിട്ടുള്ള ആളുകളുണ്ടാവും, പാപ്പന്മാരുണ്ടാവും, ഉപ്പമാരുണ്ടാവും, എളാപ്പന്മാരുണ്ടാവും. അങ്ങനെ ഒത്തിരി ആളുകളുടെ ഒരു സംഗമം തന്നെ ഉണ്ടാവും നിങ്ങൾ ആഗ്രഹം സഫലീകരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പഠിപ്പിൻ്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക? കലയും കൊണ്ടുപോവുക. കല ഉണ്ടാകുന്ന സ്ഥലത്ത് കലാപം ഉണ്ടാവില്ല എന്നാണ്. അപ്പോൾ നമ്മളെല്ലാവരും കലാകാരന്മാരായി കഴിഞ്ഞാൽ ഇവിടെ എന്തില്ല? വ്യക്തിവിദ്വേഷങ്ങളുണ്ടാവില്ല, മറ്റാളുകൾ തമ്മിലൊരു സ്വരച്ചേർച്ച ഉണ്ടാവില്ല. പരസ്പരം സഹിക്കാനും ക്ഷമിക്കാനും പൊറുക്കാനൊക്കെ പറ്റുന്ന ഒരു മനസ്സിന് ഉടമയായിട്ട് നമുക്ക് മാറാൻ സാധിക്കും. ഒന്നിനെയും ഹിംസിക്കാൻ നമുക്ക് സാധിക്കാത്ത ഒരു മനസ്സിൻ്റെ ഉടമയായിട്ട് നമുക്ക് യഥാർത്ഥ കലാകാരന്മാരാണ് ഞാൻ പറയുന്നത്. നിങ്ങളിപ്പോൾ എന്നോട് ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചോദിക്കും. ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടുവരുന്നിട്ടുള്ള ചില കലാകാരന്മാർ ഒരാളെ കൊന്നു അല്ലെങ്കിൽ ഇന്നതൊക്കെ ചെയ്തു, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ അതിലൊക്കെ മാറ്റങ്ങൾ സ്വയം നമ്മൾ മനസ്സുകൊണ്ട് മാറ്റം ആഗ്രഹിക്കണം. കലാഭവൻ മണി എന്ന് പറയുന്ന ഒരു നടനെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു മണിച്ചേട്ടനെ കാണുക എന്നുള്ളത്. എങ്ങനെ? ഒരു ഐഡിയ ഇല്ല. എങ്ങനെ മണിച്ചേട്ടനെ കാണാനാ? പാലേരിയാണ് ഞാനൊരു കർഷക തൊഴിലാളി കുടുംബത്തിൽ ജനിച്ച ആളാണ്. 2004 എൻ്റെ അമ്മ ഇടിമിന്നലേറ്റ് മരിച്ചു. 2000 പിന്നെ അച്ചമ്മയായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ 2018 അച്ഛമ്മ പോയി. ഇപ്പോൾ 2020 ഡിസംബർ 24 അച്ഛന് പോയി. ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ്. പക്ഷെ എനിക്ക് ഈ ഒരു വർഷത്തിൻ്റെ ഇടയ്ക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിട്ടുണ്ട്, കലാകാരന്മാരായിട്ടുള്ള ഒത്തിരി ആളുകൾ. അപ്പോൾ അവരൊക്കെ സപ്പോർട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ നമ്മുടെ നാട്ടിലല്ലാത്തവരും പുറത്തല്ലാത്തവരും ഒത്തിരി ആളുകൾ നമ്മളെ സ്നേഹിക്കാനും സപ്പോർട്ട് ചെയ്യാനുണ്ടാകും ഒരു കലാകാരനാകുമ്പോൾ. അതൊരു വലിയ കാര്യം. അപ്പോൾ ഞാൻ മണിച്ചേട്ടൻ്റെ കാര്യം പറഞ്ഞു. മണിച്ചേട്ടനെ കാണാൻ ഒരു വല്ലാത്ത ആഗ്രഹമായിരുന്നു. മണിച്ചേട്ടനെ ഞാൻ എൻ്റെ മിമിക്രി തുടങ്ങി. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞു. പിന്നീട് ചില ട്രൂപ്പുകളൊക്കെ പരിപാടി ചെയ്യാൻ തുടങ്ങി. യാദൃശികമായിട്ട് എൻ്റെ പരിപാടി കൊല്ലം സുനി എന്ന് പറയുന്ന ആൾ കാണുന്നു. അദ്ദേഹം കലാഭവൻ മണി ഫാൻസ് അസോസിയേഷൻ്റെ ഒരു പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി തിരുവനന്തപുരം കൊല്ലം മുളവന എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തി. അങ്ങനെ അവിടെ നിന്ന് എൻ്റെ പരിപാടി കണ്ട് അതും ഇദ്ദേഹം മൊബൈലിൽ കാണിച്ച് മണിച്ചേട്ടനെ കാണിച്ചു. ജനുവരി 1 എൻ്റെ ബർത്ത്ഡേ ആണ്, കുട്ടൻ തീർച്ചയായിട്ടും വരണമെന്ന് പറഞ്ഞുകൊണ്ട് മണിച്ചേട്ടനും ഒരു ദിവസം എന്നെ വിളിക്കുക. ഞെട്ടിപ്പോയി ഞാൻ.
അപ്പം ഞാനിത് പറഞ്ഞത് ഞാൻ മണിച്ചേട്ടൻ്റെ അടുത്ത് എത്തി എന്നുള്ളത് തെളിയിക്കാൻ വേണ്ടിയിട്ടല്ല, എൻ്റെ ആഗ്രഹമായിരുന്നു അത്. അങ്ങനെ ഞാൻ മണിച്ചേട്ടൻ്റെ വീട്ടിലെത്തി, അല്ല പാടിയിലെത്തി. അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേക്ക് അപ്പോൾ കൂടെ ഒരുമിച്ച് ഇരുന്ന് പാട്ട് പാടി. ഉമ്പായി കുച്ചാണ്ടി പ്രാണം കത്തണുമാ വഴല പൊട്ടിച്ച് പാപ്പണ്ടാക്കണുമാ വയറ് കത്യാളി എൻ്റെ കൊടലി കത്തണുമാ പ്രാണം പെടഞ്ഞിട്ട് ദൈവേ ഓണം പഴർക്കണുമാ. ഈ പാട്ട് മണിച്ചേട്ടന് മുമ്പ് പാടിക്കൊടുക്കാൻ പറ്റി. പിന്നെ മിമിക്രിയിലൂടെ തന്നെ കോമഡി ഉത്സവത്തിലെത്താൻ പറ്റി. ഒരുപാട് വേദികളിൽ എനിക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റി. പിന്നെ ഇന്ന് ഗിന്നസ് വേൾഡ് റെക്കോർഡിൻ്റെ വേദി വരെ എത്താൻ എനിക്ക് സാധിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ശരി. ഇതൊക്കെ ആഗ്രഹമായിരുന്നു. ഫേമസ് ആവണമെന്ന് ആഗ്രഹിക്കുക, 10 ആൾ നമ്മളെപ്പറ്റി അഭിപ്രായം പറയണമെന്ന് ആഗ്രഹിക്കുക. ഇങ്ങനെ നമ്മൾ ആഗ്രഹിച്ചാൽ നമുക്കും ഈ ലോകത്തിൻ്റെ ഏതറ്റം വരെയും എത്തിച്ചേരാൻ നമുക്ക് സാധിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ഈ ഇരിങ്ങത്ത് ഈ UP സ്കൂളിൻ്റെ ഈ കലോത്സവത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ കലാകാരന്മാർക്കും എല്ലാവിധ ആശംസകളും നേരുന്നതോടൊപ്പം നിങ്ങളെല്ലാവരും പഠിച്ച് ഉന്നതന്മാരായിട്ട് തീരട്ടെ എന്ന് സർവശക്തനോട് പ്രാർത്ഥിക്കുന്നു. അതിലുപരി സർവോപരി സലാം മാഷുക്കും എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ച സലാം മാഷുക്കും സോറ ടീച്ചർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു. ചടങ്ങിന് ആശംസയുമായി ശ്രീമതി ജിഷ കെ മടായി, തുറയൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ സാദരം ക്ഷണിക്കും. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ രവി വള്ളത്ത്, സ്വാഗതം പറയുന്ന ശ്രീ അബ്ദുൾ റഹ്മാൻ മാസ്റ്റർ, ഉദ്ഘാടനം നിർവഹിക്കുന്ന നമ്മുടെ ബഹുമാന്യ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ CK ഗിരീഷ് അവർകളെ, ഇന്ന് ഇവിടെ ഇരിങ്ങത്ത് UP സ്കൂൾ ഓൺലൈൻ കലോത്സവം ഹോം ലാബിൻ്റെ പ്രഖ്യാപനവുമാണ് നടക്കുന്നത്. കോവിഡ് കാലത്ത് വീടുകളിൽ അടച്ചിട്ടിരിക്കുന്ന കുട്ടികൾക്ക് ഒരു പഠനാന്തരീക്ഷം, ഒരു ലാബിൻ്റെ അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് സർക്കാർ ഹോം ലാബ് എന്ന പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്. കുട്ടികളെല്ലാം വീടുകളിൽ ഹോം ലാബ് ഒരുക്കിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഹോം ലാബിനും ഓൺലൈൻ കലോത്സവത്തിനും എൻ്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. യോഗത്തിൽ നന്ദി രേഖപ്പെടുത്താൻ സ്റ്റാഫ് സെക്രട്ടറി സജീവൻ മാസ്റ്റർ ആദരപൂർവ്വം. ഈ വർഷത്തെ ഓൺലൈൻ കലാമേളയാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ഈ മഹാമാരിക്കിടയിലും വളരെ ചിട്ടയോടെ തന്നെ ഞങ്ങൾ ഈ പരിപാടി ആസൂത്രണം ചെയ്തിട്ടുണ്ട്. എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാ കാര്യങ്ങളും കിട്ടാൻ വേണ്ടി തന്നെയാണ് ഈ പരിപാടി നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഈ ചടങ്ങിൽ ഇവിടെ ഉദ്ഘാടനം ചെയ്തത് ബഹുമാനപ്പെട്ട തുറയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരീഷ് അവർകളാണ്. അദ്ദേഹത്തിന് നന്ദി രേഖപ്പെടുത്തുന്നു. പുതിയ ഭരണസമിതി വന്ന ശേഷം ആദ്യമായിട്ടാണ് സ്കൂളിലെ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കുന്നത്. പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം ഇതിൻ്റെ വിശിഷ്ടാതിഥി രതീപ് പാലേരി, നടൻപാട്ട് വേൾഡ് ഗിന്നസ് വിന്നർ, അദ്ദേഹത്തിനും നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം സമ്പൂർണ്ണ ഹോം ലാബ് ഉദ്ഘാടനം ചെയ്ത സജീവ് മാസ്റ്റർ BTM തുറയൂർ, അദ്ദേഹത്തിനും നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം ഈ പരിപാടി അധ്യക്ഷം വഹിച്ച നിങ്ങളുടെ എല്ലാമായ PTA പ്രസിഡന്റ് രവി വള്ളത്ത്, സ്വാഗതം ആശംസിച്ച പ്രധാന അധ്യാപകൻ, ആശംസകൾ നേർന്ന വാർഡ് മെമ്പർ ജിഷ അവർകൾ, മറ്റ് PT അംഗങ്ങൾ, സഹപ്രവർത്തകർ, രക്ഷിതാക്കൾ, ഈ 2 ദിനങ്ങളിലായി കലാമേളയിൽ പങ്കെടുക്കുന്ന എൻ്റെ എല്ലാമായ വിദ്യാർത്ഥികൾ, എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. ആശംസകളും നന്ദിയും ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് നിർത്തുകയാണ്. കലാപരിപാടികൾ ആരംഭിക്കുകയായി. വേദിയിൽ നാടോടി നൃത്തവുമായി 7th സ്റ്റാൻഡേർഡ് വിദ്യാർത്ഥി നേഹ.
അടുത്തതായി ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ദിയ പാർവതി അവതരിപ്പിക്കുന്ന നാടോടി. അടുത്തതായി നാടോടി നൃത്തവുമായി ഫോർത്ത് സ്റ്റാൻഡേർഡ് വിദ്യാർത്ഥിനി SR പാർവതി.
സെക്കൻഡ് സ്റ്റാൻഡേർഡ് വിദ്യാർത്ഥിനി ശ്രദ്ധ അവതരിപ്പിക്കുന്ന നാടോടി
സ്റ്റാൻഡേർഡ് വിദ്യാർത്ഥിനി വേദിക അവതരിപ്പിക്കുന്ന നാടോടി
നാടോടി നൃത്തം തുടരുന്നു. ഫോർത്ത് സ്റ്റാൻഡേർഡ് വിദ്യാർത്ഥി ശിവാനി നാടോടി നൃത്തവുമായി 7th സ്റ്റാൻഡേർഡ് വിദ്യാർത്ഥി നേഹ.
വിഷമിട്ടു കൊല്ലുവാൻ